സകാത്ത് കൊടുത്തു വീട്ടാം, സദഖ ചെയ്തു കൊള്ളാം, എങ്ങനെ വേണ്ട സൽക്കർമ്മങ്ങളെല്ലാം ഞാൻ ചെയ്തു കൊള്ളാമെന്ന് മയ്യിത്ത് അവിടുന്ന് ഒഴിവുകേട്ട് പറയുമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. നമുക്കറിയാം, ലോകത്ത് കിട്ടില്ല ഉറപ്പിച്ച ഞാൻ തന്നെയാണ് ദൈവം ഉച്ചേസ്ത്രം പ്രഖ്യാപിച്ച ഫിർഔന് വരെ അവസാനം ബോധോദയമുണ്ട്. മൂസാ നബിയും ഹാറൂൻ നബിയും പിന്നാലെ ഓടി ഫിർഔൻ കടലിൽ മുങ്ങി മരിക്കാൻ പോകുന്ന സമയത്ത് ഫിർഔൻ പറഞ്ഞില്ലേ, ആമൻതു ബിറബ്ബി മൂസാ വഹാറൂൻ. ഹാറൂനെയും മൂസാ നബിയുടെയും റബ്ബിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് അവിടുന്ന് ഫിർഔൻ വിളിച്ചു പറയുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീലിനെ അയക്കുകയും ജിബ്രീൽ വന്ന് കടലിനടിയിൽ നിന്ന് മണ്ണ് വാരി എടുത്തുകൊണ്ട് ആ ഫിർഔനിന്റെ വായിൽ ഇട്ടുകൊടുക്കുകയും അവനെ കടലിലേക്ക് താഴ്ത്തുകയാണ് ഉണ്ടായത്. മരണവാസനമായി കഴിഞ്ഞാൽ ഓരോ മയ്യിത്തും മരണത്തിൽ നിന്ന് ഒഴിഞ്ഞു കഴിവ് ചോദിക്കുമ്പോൾ അതിന്റെ ഒരു ആവശ്യമില്ല. കാരണം ഓരോ മനുഷ്യരും എന്ത് ചെയ്യുന്നു എന്ന്, എന്ത് ചെയ്യാനുള്ളത് എന്നൊക്കെ അല്ലാഹുവിനെ അറിയുന്നതാണ്. അതേപോലെ ഒരു കവി പാടുന്നു, സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമർത്ഥമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നു പോയി കാലചക്ര വിപ്ലവത്തിലെങ്കിലി നമുക്ക് പിന്നെ എന്ത് ശങ്ക മറ്റുമൊന്നുമില്ലത്. ചുരുക്കി പറഞ്ഞാൽ എത്ര വലിയ രാജാവായാലും ശരി, ഇന്ത്യൻ പ്രസിഡന്റ് ആയാലും അമേരിക്കൻ പ്രസിഡന്റ് ആയാലും ശരി, പിച്ചക്കാരനായാലും ശരി, എല്ലാവരും മരണത്തിന് വിധേയമാകും. മരണം എന്നുള്ള കെടുതിയിൽ നിന്ന് ഒരാൾ തന്നെ രക്ഷപ്പെടുകയില്ല. മരണത്തിനെ പറ്റി പറയുന്നിടത്ത് പറയുന്നു,